ശേഷം അത് ഓൾറെഡി വയനാടിനെ പഠിച്ച് ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അതിന് അനുമതി കൊടുത്തത്. പിന്നീട് സുപ്രീം കോടതി അതിന് അനുവദിച്ചത്. എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ ട്രൈബ്യൂണലിലേക്ക് പൊക്കോളൂ എന്നാണ് ഹർജിക്കാരോട് പറഞ്ഞത്. പഠനം കഴിഞ്ഞതാണ്. അല്ല, സുപ്രീം കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാൻ ഞങ്ങളില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും ഘടനയുമായി പ്രശ്നമുണ്ടെങ്കിൽ ഗ്രീൻ ട്രൈബ്യൂണലിലേക്ക് പോയിക്കൊള്ളൂ എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ ശരിയാണ് എങ്കിൽ നമ്മൾ പറഞ്ഞ പരിസ്ഥിതി ലോല പ്രദേശമായ 2 വില്ലേജുകൾ ഉള്ളതിനെ പോലും മറച്ചു വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഞാനതിനെ ഓൺ ചെയ്യാൻ തയ്യാറല്ല. കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ ഉണ്ട്. അവിടെ മുൻ MLA ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹം അത് കുറച്ചുകൂടി വ്യക്തമാക്കട്ടെ. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടാണ് അനുമതി തേടിയിട്ടുള്ളത് എങ്കിൽ, അനുമതി നേടിയിട്ടുള്ളത് എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതിനാണ്. നമുക്കറിയുന്നത് പോലെ തിരുവമ്പാടി ആണെങ്കിലും പരിസ്ഥിതി ലോല പ്രദേശമാണ്, അപ്പുറത്താണെങ്കിലും മേപ്പാടി ആണെങ്കിലും പരിസ്ഥിതി ലോല പ്രദേശമാണ്. അത് പോകുന്ന വഴിയും പരിസ്ഥിതി ലോല പ്രദേശം തന്നെയാണ്. പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും വീക്കായ പ്രദേശമാണ് ഇത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രദേശമാണ്. അവ എത്രത്തോളം നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്, എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് വളരെ കൃത്യമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ പറയാൻ പറ്റൂ. പ്രത്യേകിച്ച് നമ്മുടെ കൺമുന്നിലൂടെയാണ് പല ദുരന്തങ്ങളും നടന്നു പോയിട്ടുള്ളത്. ആ ദുരന്തങ്ങൾ നടന്നുപോയത് നമ്മുടെ മുന്നിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആത്യന്തികമായി മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യന്റെ ജീവൻ പന്താടിക്കൊണ്ടുള്ള ഒരു വികസന പരിപാടി എന്നുള്ളത് ഏതായാലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും